ഈ ഒരു വർഷം നിങ്ങളെങ്ങനെ ആ ഒരു വർഷം കടന്നുപോയി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത്രമാത്രം വേദനയോടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നറിയാം. പക്ഷേ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ആണ് ജയപ്രകാശ് ഉൾപ്പെടെയുള്ള. ശ്രീ ജയപ്രകാശ്, തുടക്കം മുതൽ അല്ലേ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ അവിടുത്തെ പോലീസ് പറഞ്ഞു, ഇത് അന്വേഷിച്ച ലോക്കൽ പോലീസ് പറഞ്ഞു ഇതൊരു ആത്മഹത്യയാണ് എന്ന്. ആ ഒരു കൺക്ലൂഷനിൽ അവർ എത്തി. അന്ന് തൊട്ടുള്ള ഈ അട്ടിമറിക്കൽ അല്ലേ, ഒടുവിൽ CBI വന്നു, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു, CBI വന്നു. പക്ഷേ CBIയും ഈ അന്വേഷണത്തിൻ്റെ ചുവട് പിടിച്ചാണ് പോയത്. CBI വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇടപെടലുകൾ നടന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം, ശ്രീ ജയപ്രകാശ്? അത് തുടക്കം മുതൽ അവിടെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് തുടങ്ങിയത് മുതൽ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI മുതൽ ഈ കേസ് അട്ടിമറിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത്. രണ്ടാമത് അവിടുത്തെ പോലീസ് കൽപ്പറ്റ DYSP അന്വേഷിച്ച് തുടങ്ങി. അത് അന്വേഷിച്ച് അതിൻ്റെ പകുതിയോളം എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ റൂട്ട് മനസ്സിലായി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിൽ ഞാനൊരിക്കലും ആ ഉദ്യോഗസ്ഥനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. അവർക്ക് പൊളിറ്റിക്കൽ പ്രഷർ അതിനൊരു പരിധിയുണ്ട് അവർക്ക് താങ്ങുന്നതിന്, ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങിച്ച് കഴിക്കില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അത് അവരെ തീരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും CBI അന്വേഷണത്തിലോട്ട് പോകാൻ തീരുമാനിച്ചത്. അത് വേണമെന്ന് പറഞ്ഞത് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അത് ആ പ്രഖ്യാപിച്ചിട്ട് 1-2 ദിവസത്തിനോ അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്തെങ്കിലും അതിനായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ പേപ്പർ, അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങളെല്ലാം അയക്കേണ്ട സ്ഥലത്ത് അയച്ചു കൊടുക്കണം. അത് സർക്കാരിൻ്റെ ജോലിയാണ്. ഇവിടെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് മാക്സിമം അതിനെ ലാഗ് ചെയ്തുകൊണ്ട് അത്രയ്ക്ക് അവർ ലേറ്റാക്കി കൊണ്ടുപോയി. മനഃപൂർവ്വം നീക്കിക്കൊണ്ട് പോയ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വല്ല വീഡിയോ കാര്യങ്ങളോ 130ഓളം അവർക്ക് മൊബൈൽ പരിശോധിക്കാനുണ്ട്. എവിടെ ഈ ക്യാമ്പയിൻ 130ഓളം മൊബൈലിൽ അവർ പരിശോധിച്ച് അവരെടുത്ത് കളഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് കളയാനായിട്ടുള്ള സമയം അവരെടുത്തു. നമ്മൾ വീണ്ടും അന്വേഷിച്ച് പോയി എന്തുകൊണ്ട് ഈ കേസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അന്ന് അന്വേഷിച്ചപ്പോഴേ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് അത് പേപ്പർ നമ്മൾ അയച്ചത് മാറിപ്പോയി, ഡൽഹിയിൽ അയക്കേണ്ട പേപ്പർ കൊച്ചിയിലായിപ്പോയി. വളരെ നിസ്സാരമായിട്ട് പറയുക. കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും നാളത്തേക്ക് ശേഷമാണ് ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ദിവസവും ഓരോ CBI അന്വേഷണം ഇല്ല, മാസം തോറും ഓരോ CBI അന്വേഷണം ഇല്ല. എന്നിട്ട് അവർ തെറ്റായിട്ടൊരു പേപ്പർ അവിടെ ഒരു ഡൽഹിയിൽ കൊടുക്കേണ്ടത് കൊച്ചിയിൽ കൊടുത്തു. പിന്നെ എന്തുകൊണ്ട് കൊടുത്തു എന്നൊരു മീഡിയയും കാര്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേ അവർക്ക് സർക്കാരിൻ്റെ മോഹം തെറ്റിക്കാൻ വേണ്ടിയിട്ട്, മോഹം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ 2 പേരെ സസ്പെൻഡ് ചെയ്തു. നിങ്ങളാണ് കുറ്റം ചെയ്തത്, പേപ്പർ ഇന്ന് തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഹാൻഡിൽ ഇവിടെ നിന്ന് കൊടുത്തു വിട്ടു. ആ രീതിയിലൊക്കെ അവർ നല്ല രീതിയിൽ കേസ് അട്ടിമറിച്ച് കൊണ്ടുപോയി. അവസാനം ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ശരി, ഞാനിപ്പോൾ അതിൽ നീതി കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് ഞാൻ ശരിക്കും ആധികാരികമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തട്ടെ. അതിൻ്റെ പ്രതിവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വാദിക്കുമല്ലോ. വാദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കൊലപാതകങ്ങൾക്ക് അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ ഇപ്പോൾ കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. കുറ്റപത്രം കൊടുത്തിട്ടുള്ളതാണ്, സെൻട്രൽ ഏജൻസി അന്വേഷിച്ചതാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് കിട്ടിയോ കിട്ടിയില്ലോ എന്നൊന്നും ഒരിക്കലും ആധികാരികമായി ഇപ്പോൾ പറയുന്നില്ല. അവരന്വേഷിച്ചു, ഓക്കെ. പക്ഷേ കോടതിയിൽ, ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഇനി എൻ്റെ പ്രതീക്ഷയും എൻ്റെ നോട്ടവും അങ്ങോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കൊലയാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ, അതിനപ്പുറം ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കൊലയാണ്, ആസൂത്രിതമായ കൊലയാണെന്നും 100% ഉറപ്പാണ്. ചെയ്തത് അതാണ് നമുക്ക് പേടിയെന്നല്ല, അതിൻ്റെ ആശങ്ക. ചെയ്തത് എന്ന് പറഞ്ഞാൽ SFIയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ചെയ്തിരിക്കുന്നത്. 5 പേര് നേതാക്കന്മാർ, ബാക്കിയുള്ളവർ പ്രവർത്തകർ, സെക്രട്ടറി, പ്രസിഡന്റ്, യൂണിറ്റ് സെക്രട്ടറി, യൂണിറ്റ് പ്രസിഡന്റ്, ചെയർമാൻ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഈ ക്രിമിനൽസാണ് ഇതിൻ്റെ പ്രതികൾ. ആ പ്രതികളെ രക്ഷിക്കാനായിട്ട് അവരെ മാതൃസംഘടന ചെയ്തേ പറ്റുള്ളൂ, രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് സ്വാഭാവികം, നാട്ടുനടപ്പാണ്. അപ്പോൾ ഈ മാതൃസംഘടന എന്ന് പറയുന്ന ഈ നക്സൽ സംഘടന ഏതറ്റം വരെയും അവരും പോവും, ഉറപ്പാണ്. ഈ നക്സൽ സംഘടന ഈ നക്സൽ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും. പക്ഷെ ഞാനും പോവും ഏതറ്റം വരെയും. അത് മാത്രമേ പറയാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്കറിയാം. താർപോറിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങി ഇതിൻ്റെ ജൻ TVയുടെ നല്ലൊരു കാര്യം, ശരിയാണ്. എനിക്ക് പറയാനുള്ളത്
ഈ ഈ കേസ് ഇങ്ങനെ വരാൻ കാര്യം ഇതല്ല, അല്ലെങ്കിൽ ഒരു അട്ടിമറിയിലോട്ട് പോകാൻ കാര്യം ആദ്യം മുതൽ ഇത്രയും നാളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു റാഗിങ്. സിദ്ധാർത്ഥൻ്റെ കൊലയ്ക്ക് ശേഷവും അതിന് മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട് റാഗിങ് നടന്നു. 2 ദിവസത്തെ പത്രവാർത്ത വരും, അല്ലെങ്കിൽ 2 ദിവസത്തെ ഒരു ചാനൽ വാർത്ത വരും. അത് കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് റാഗ് ചെയ്ത പേരിൽ ഏതെങ്കിലും ഒരു ശിക്ഷ കണ്ടിട്ടുണ്ടോ നമ്മൾ? കോടതി മുഖാന്തരം റാഗ് ചെയ്തതിൽ മരണപ്പെട്ടതായിക്കോട്ടെ, റാഗ് ചെയ്തതായിക്കോട്ടെ. റാഗിങ് ഏറ്റവും ഗുരുതരമായ കുറ്റം എന്നാണ് പറയുന്നത്. ആൻറ്റി റാഗിങ് സ്ക്വാഡ് അതുകൊണ്ടാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് രൂപീകരിച്ച് വെച്ചത്. പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്ക് എൻ്റെ അറിവിനില്ല. പണ്ടെങ്ങാണ്ടോ 6-7 വർഷം മുമ്പ് ഒരു ചെറിയ ശിക്ഷ ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞു. ഇതുവരെയ്ക്ക് റാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് റാഗിങ്ങിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ ആർക്കും? എനിക്ക് മനാനം തന്നെയാണെന്ന് തോന്നുന്നു. അതൊരു നഴ്സിംഗ് കോളേജാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വിദ്യാർത്ഥിനിയെ റേപ്പ് ചെയ്തു റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട്. ആ കേസിലെ പ്രതികളെ ശിക്ഷിച്ചു എന്നല്ലാതെ ശ്രീ ജയപ്രകാശ് പറഞ്ഞത് ശരിയാണ്. റാഗിങ് കേസിൽ ഇതുവരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരൊറ്റ കേസിൽ മാത്രമേ ശിക്ഷ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ കുട്ടികൾ റാഗ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ ആദ്യം അത് അറിയിക്കാൻ ശ്രമിക്കുക അധ്യാപകരോടാവില്ലേ? തീർച്ചയായും. അധ്യാപകർ എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തു പറയാത്തത്? അധ്യാപകർ എല്ലാം ഇടതുപക്ഷത്തിന്റെ ആളുകളല്ലേ. അധ്യാപകർ പുറത്തു പറയാത്തത് എന്താണ്? ഈ സീനിയർ വിദ്യാർത്ഥികളും ഈ അധ്യാപകരും, സീനിയർ വിദ്യാർത്ഥികളെന്നല്ല പറയേണ്ടത്, സീനിയർ വിദ്യാർത്ഥികളായ SFIക്കാരും ഈ അധ്യാപകരും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെയാണ് ശരിക്കും പഠിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. കൃഷ്ണരാജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട്. മാത്രമല്ല ഇതെല്ലാം മൂത്താണല്ലോ. അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടല്ലോ, റാഗിങ് ചെയ്യുന്നവരെ മാത്രമല്ല, അതിനെ കൂട്ടു നിൽക്കുന്നവരെ, അത് മറച്ചു വെക്കുന്നവരെ, അറിഞ്ഞിട്ടും പുറത്തു പറയാത്തവരെ ഒക്കെ പ്രതികളാക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, ശ്രീ ജയപ്രകാശ് ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചു. CBI കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷേ ഈ പ്രതിപ്പട്ടികയിൽ ഇനിയും ചിലരൊക്കെ ഉൾപ്പെടേണ്ടതായിരുന്നില്ലേ അല്ലേ? നിങ്ങൾ ചിലരെക്കുറിച്ച് ഉള്ള സംശയം CBI-യുമായിട്ട് പങ്കുവച്ചിരുന്നു. അപ്പോൾ CBI അന്വേഷണത്തിൽ അത് തൃപ്തി ഉണ്ടായിരുന്നോ? ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന പ്രതിപ്പട്ടികയിൽ ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ അക്ഷയ്. ഇപ്പോൾ പറഞ്ഞു, സിദ്ധാർത്ഥൻ നമ്മ പറഞ്ഞിരുന്നല്ലോ അക്ഷയ്. കാരണം എന്നാൽ ഈ അന്ന് മുതൽ 16, 17, 18 ഈ 3 ദിവസവും സിദ്ധാർത്ഥനെ ഡയറക്റ്റായിട്ട് കിട്ടാത്ത വരുമ്പോൾ, ഉറങ്ങുകയാണെന്നൊക്കെ പറയുമ്പോൾ വിളിക്കുന്നത് അക്ഷയ്യാണ്. ആദ്യം ഫോൺ എടുക്കുന്നത് അക്ഷയാണ്. പിന്നെ പാസ് ചെയ്യുന്ന സിദ്ധാർത്ഥനാണ് ഈ കോൾ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ അക്ഷയാണ്. അപ്പോൾ ഈ അക്ഷയെ എന്തുകൊണ്ട് ഒഴിവാക്കി? ലോക്കൽ പോലീസ് മുതൽ ഒഴിവാക്കി കൊണ്ടുപോയതാണ്. അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഉൾപ്പെടാത്ത രക്ഷപ്പെടുത്തിയത് അവൻ്റെ ബന്ധുവും അവൻ്റെ കുടുംബ സുഹൃത്തും എല്ലാമായ ഇടുക്കി ആശാനാണ് അവനെ രക്ഷപ്പെടുത്തിയത്. ഇടുക്കി ആശാൻ മാണി, ഇയാളാണ് ഈ അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയത്. വളരെ വ്യക്തമാണ്. രണ്ടാമത് ഈ പരാതി കൊടുത്തിട്ടുള്ള ഒരു പെണ്ണിൻ്റെ കേസുമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കേസുമായിട്ട് ഒരു വഴക്കായി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഒരു പെണ്ണിനെ ഉണ്ടാക്കിയെടുത്തു. സ്പോൺസേഡ് ഗേൾ, അവിടുത്തെ SFIയുടെ സ്പോൺസർ ഗേളാണ് ബിൻസിയ. ഈ ബിൻസിയെ അക്ഷയ് 2 പേരുടെയും പേര് നമ്മൾ ആദ്യം മുതൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം മുതൽ അവസാനം വരെയും കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ അന്വേഷിച്ചോ അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബിൻസിയയുടെ പേര് ലോക്കൽ പോലീസ് ഒരു പെൺകുട്ടി X എന്ന് എഴുതിയേക്കും പോയിരിക്കുന്നു. പെൺകുട്ടിയുടെ പേര് X അല്ല, പെൺകുട്ടിയുടെ പേര് ബിൻസിയ. അവളുടെ അമ്മ കമ്മീഷണർ ഓഫീസ് ജോലിയാണ്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അനുഭാവിയാണ്. എന്തുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല? അത് പറയില്ല. അപ്പോൾ ഈ ബിൻസിയെ അക്ഷയെ എന്തുകൊണ്ട് ആര് എപ്പോൾ ഒഴിവാക്കി? ഇത് ഏത് ഏജൻസി ആണെങ്കിലും അന്വേഷിക്കണം. ചിലപ്പോൾ CBI അന്വേഷണത്തിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. നമ്മൾ വരുത്തിക്കുക. അത് കോടതിയിൽ പരിഗണനയിൽ വരികയല്ലേ. അതാണ് പറഞ്ഞു, CBI അന്വേഷണത്തിൽ തൃപ്തിയാണോ? നമ്മൾ ഇപ്പോഴും ഏത് അന്വേഷണം പറഞ്ഞു കഴിഞ്ഞാലും കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്, കോടതി പരിഗണനയിലാണ്. ഞാൻ വീണ്ടും പറയുന്നു, കോടതി ഒരു ശിക്ഷ, ബഹുമാനപ്പെട്ട കോടതി അവർക്ക് ശിക്ഷ കൊടുത്ത് മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ എനിക്കത് തൃപ്തിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രതിപ്പട്ടികൾ എന്തിന് ഇവരെ ഒഴിവാക്കി? അക്ഷയെ ബിൻസിയെ എന്തുകൊണ്ട് ഒഴിവാക്കി? 18-ാം തീയതി കൊല്ലപ്പെട്ട ഒരാളിൻ്റെ പേരിൽ 20-ാം തീയതി കോളേജിൽ പരാതി കൊടുക്കുക. ആ 20 കൊടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ SFI നേതാക്കന്മാരും അതിൻ്റെ സൈൻ ചെയ്യുന്നു, അവർ കമ്മിറ്റിയിലുള്ള ആൾക്കാർ സൈൻ ചെയ്യുന്നു, കോളേജ് അധികൃതർ സൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ കോളേജ് അധികൃതർ നേതാക്കന്മാർ അവിടെ നിൽക്കട്ടെ, അവർ എല്ലാം ഇതിൽ ക്രിമിനലായി കഴിഞ്ഞു.
കോളേജ് അധികൃതരാണ് പരാതിയിൽ സൈൻ ചെയ്തത്? ആ അധികൃതരെ ഒന്നാം പ്രതിപട്ടികയിൽ കൊണ്ടുവരണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ 18-ാം തീയതി മരണപ്പെട്ട് കഴിഞ്ഞ് അതിന് ചിതാഭസ്മം എഴുതി കഴിഞ്ഞ ഒരാളിൽ നിന്ന് നീതി കിട്ടണമെന്നാണ് അവർ പറയുന്നത്. പരാതിക്കാർ പറയുന്നത് 18-ാം തീയതി മരണപ്പെട്ട ആളിൻ്റെ നിന്ന് നീതി കിട്ടണമെന്ന്. അതൊന്നും ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ സൈൻ ചെയ്ത അധ്യാപകൻ ആരാണോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ആരാണോ അവരെ ഈ അന്വേഷണ പരിധിക്കുള്ളിൽ കൊണ്ടുവരണം. ഉറപ്പായിട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോഴറിയാം അതിനകത്ത് നടന്ന കള്ളക്കളികളെല്ലാം. ഡീനും നാരായണനും വെറും സസ്പെൻഷനിലായി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ ഡീനും നാരായണൻ എന്ന് പറയുന്ന ആൾ ഈ സംഭവത്തിന് ഒരു 10 ദിവസം മുമ്പ് അദ്ദേഹം ഒരു ലോങ് ലീവിന് പോയി എന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. അദ്ദേഹം ലോങ് ലീവായിരുന്നു. ഈ സമയത്തിന് ഒരു 10 ദിവസം മുമ്പ് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയി. പക്ഷേ ഈ ലോങ് ലീവ് എടുത്തവൻ 16-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പേ അവിടെ വന്നു എന്ന് പറഞ്ഞു, തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഈ കോളേജിൽ, അതായത് സിദ്ധാർത്ഥൻ രാവിലെ അവിടെ എത്തി, തിരിച്ച് അവനെ വിളിച്ചു വരുത്തിയ സിദ്ധാർത്ഥൻ രാവിലെ അവിടെ എത്തി. ഈ നാരായണൻ ഉച്ചയ്ക്ക് മുമ്പേ തിരിച്ച് കോളേജിലെത്തി. ലോങ് ലീവ് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് 16, 17, 18 ഈ 3 ദിവസവും ലോങ് ലീവ് ക്യാൻസൽ ചെയ്ത് വന്നു. എന്തിന് ലോങ് ലീവ് ക്യാൻസൽ ചെയ്ത് അവിടെ വന്നു? എന്താ കാര്യം? അവൻ വിളിച്ചു വരുത്തിയതാരാ? ഈ ഡീനും അസിസ്റ്റന്റ് നാരായണനും എന്തുകൊണ്ട് പ്രതിപട്ടികയിൽ വന്നില്ല? ഇവർ 3 ദിവസം വാർഡനും അസിസ്റ്റന്റ് വാർഡനും 3 ദിവസം അതിനെ കെയർ ചെയ്യില്ല. ജയപ്രകാശ്, ഒരു കാര്യം കൂടി ജയപ്രകാശ്, അതായത് ഈ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം അത് പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് അഴിച്ച് വെച്ചത്, താഴെ വെച്ചത് ഈ ഡീൻ നാരായണനാണ്. എനിക്ക് തോന്നുന്നു കാശിനാഥും കാശിനാഥും അവിടെ ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് വാർഡൻ കാശിനാഥും അവിടെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും പോലീസ് എത്താതെ ഒരിക്കലും ഒരു മൃതദേഹം താഴെ വെക്കരുത്. അഥവാ ജീവൻ്റെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ അഴിച്ചു വെച്ച് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കോ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പോലീസ് എത്തുന്നതിന് മുമ്പ് മൃതദേഹം അഴിച്ച് താഴെ വെച്ചത് അത് വലിയൊരു ഇടപെടലല്ലേ? അതായത് ഞാൻ പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ പോലും അതെ ഒരു കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് എല്ലാം. അതെ പലതും ഒളിച്ചു വെക്കാൻ വേണ്ടിയുള്ള ആദ്യ ശ്രമമായിരുന്നു അത്. അങ്ങനെ സംശയിച്ചൂടെ ശ്രീ ജയപ്രകാശ്? അത് വെറും സംശയമല്ല. അത് വളരെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതൊക്കെ വെറും സംശയമല്ല. അതിൽ നിന്ന് തന്നെയാണ് അന്വേഷണം തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഡോക്ടറാണ്, മൃഗ ഡോക്ടറാണെങ്കിൽ പോലും പൾസ് നോക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടറാണ് ആ ഡീന്. അദ്ദേഹത്തിനറിയാം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നല്ലവണ്ണം അറിയാം. ഈ അഴിച്ചു മാറ്റിയത് ഒരു കൂട്ടുനിന്ന ആ ഒരാളുണ്ടായിരുന്നു, നമ്മളോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ദേഹത്ത് അത് തൊടുമ്പോൾ തണുത്തുറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്റ്റിക്കായി അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അവരാണ് ഈ ഡീൻ അവരുടെ സീനിയേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് അഴിച്ചു മാറ്റിയിട്ട് ആ തൂങ്ങിയ സാധനം ഏതാണോ അതുവരെ അവർ നശിപ്പിച്ച് കളഞ്ഞു. ചിലപ്പോൾ കത്തിച്ച് കളയാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന പുഴയിലോ ഡാമിൽ കളഞ്ഞു കാണാം. അതിനെ കൊണ്ടുപോയി ആ തെളിവ് അവിടെ മുറി കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോയത്? നമുക്ക് ആദ്യം അറിഞ്ഞുകൂടാതാ നിങ്ങൾ ഈ മൃതദേഹം അഴിച്ചത് എന്തിനാണ്? അപ്പോൾ ഡീന് വളരെ കൂളായിട്ട് പറയുക, നമ്മൾ പോലീസിൽ പറഞ്ഞപ്പോഴേ പോലീസ് പറഞ്ഞു മരിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അതിനെ ഹോസ്പിറ്റലിലോട്ട് അഴിച്ച് കൊണ്ടുപോയിക്കോളൂ. മണി പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കറക്റ്റാണെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ പോലീസ് ഈ അന്വേഷണത്തിൽ ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊഴിയിൽ. അങ്ങനെ മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മണിയുടെ പേരിൽ ഒരു ആക്ഷൻ എടുത്തില്ല? അതല്ലല്ലോ അതിൻ്റെ രീതി, അതിൻ്റെ ഫോർമാലിറ്റി അതല്ലല്ലോ. മരിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൈ കിട്ടുന്ന ആൾക്കാർ അതിനെ അഴിച്ചെടുത്തുകൊണ്ട് പോവുകയാണോ ചെയ്യേണ്ടത്? പോലീസ് വന്ന് അതിൻ്റെ നോക്കി, അതിൻ്റെ സാഹചര്യം നോക്കി, തൂങ്ങാൻ ഉപയോഗിച്ചത്, അപ്പഴിട്ടുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട്. അതിൻ്റെ കാര്യം അതിനുള്ള ലീഡ് അവർക്ക് കിട്ടണം. കൊലപാതകമാണെങ്കിൽ തന്നെ ഇതൊന്നും വേണ്ട, നിങ്ങൾ അഴിച്ചെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ മണിയുടെ പേരിൽ വളരെ കുറ്റം. അത് തെറ്റാണെങ്കിൽ ഈ ഡീന് ഈ കൊലക്കുറ്റത്തിൽ ഇതിൽ ഈ പ്രതി ചേർത്ത് വരേണ്ട. എന്തുകൊണ്ട് പ്രതി ചേർത്ത് വന്നില്ല? ഇടതുപക്ഷത്തിൻ്റെ വലിയ നേതാവാണ് ഡീനും കാന്തനാഥനും. അതുകൊണ്ടല്ലേ ഒഴിവാക്കിയത്. എന്തുകൊണ്ട് ഒഴിവാക്കി? അത് അന്വേഷണ പരിധിയിൽ അവരെ കൊണ്ടുവരണം. ക്രിമിനലുകളാണ്.